ഭക്ഷണം കഴിഞ്ഞാൽ ആന ഏറെ ഇഷ്ടപ്പെടുന്നത് കുളിക്കാനാണ്. ഇതാ പമ്പാ നദിയിൽ ആവേശത്തോടെ ഓടിയിറങ്ങുകയാണ് ശേഖരൻ. യൗവനത്തിൻ്റെ മുഴുവൻ അടക്കിവെച്ച ആഹ്ലാദങ്ങളും ഇവൻ കുളിയിൽ ആസ്വദിക്കുകയാണ്. മനോഹരമായ താമരപ്പൂക്കൾ നിറഞ്ഞ പൊയ്കയിൽ വെള്ളം കുടിച്ചും കവിൾ കൊണ്ടും സൗരഭ്യപൂർവ്വം തേട്ടിയും താമരവളയങ്ങൾ ഭക്ഷിച്ചും രുചികരമായ പുല്ലുകൾ തിന്നും യഥേഷ്ടം ക്രീഡ ചെയ്യുന്ന ആനകൾ അത്യന്തം ശോഭയുള്ളവനായി തീരുമെന്ന് മാതംഗലീലയിൽ പറയുന്നു. അങ്ങനെയുള്ള ഗജങ്ങൾക്ക് സപ്തധാതുക്കൾ പാകത്തിന് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആരോഗ്യമുണ്ടാകും. ആൾക്കൂട്ടത്തിൽ ഒരിക്കലും ഇവർ അസഹിഷ്ണുക്കളാവില്ല. ജലത്തിൽ ആവോളം നീന്തി നടക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ അയയുകയാണ്. തുമ്പിയിൽ വെള്ളം ആവോളം ചീറ്റിയെറിഞ്ഞും മഴവില്ലുകൾ തീർത്തും ഇവൻ കുളി ഒരാഘോഷമാക്കി മാറ്റുകയാണ്. ഈ സൗഭാഗ്യം എല്ലാ ആനകൾക്കും കിട്ടാറില്ല. ശേഖരനും അതറിയാം. എത്രയോ അനുഭവങ്ങൾ. പമ്പയാറിൽ ചെങ്ങന്നൂർ അമ്പലത്തിലെ ആറാട്ടുകടവിൽ ഇതാ ഇവനെല്ലാം മറന്നു നീന്തുന്നു. വെള്ളത്തിലായാലും കരയിലായാലും പാപ്പാനെ അനുസരിക്കുന്നതിൽ കണിശക്കാരനാണ് ശേഖരൻ. ചില ആനകൾക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹാലിളകും. കുളത്തിലോ പുഴയിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയും വകവയ്ക്കില്ല. തിരികെ കയറുവാൻ വലിയ മടിയാണ്. നീന്തി നീന്തി അങ്ങനെ നടക്കും. അത്തരം ശീലക്കേടുകളൊന്നും ശേഖരനില്ല. പാപ്പാനെയും ഒപ്പം കൂട്ടിയുള്ള കുളിയാണ് ശരിക്കും ഇവനിഷ്ടം. രസം തോന്നിയാൽ ഏറെ നേരം രണ്ടുപേരും വെള്ളത്തിൽ കിടക്കും. ചില നമ്പറുകൾ കാണിക്കുന്നതിലും മിടുക്കനാണ് ശേഖരൻ. എത്ര രസം പിടിച്ചു കിടന്നാലും പാപ്പാൻ കരയ്ക്ക് കയറുവാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ പിന്നെ അരക്ഷണം പോലും വൈകില്ല. എളുപ്പം നീന്തി കയറും. അതൊക്കെ ശേഖരന്റെ ഗുണങ്ങളും ഒപ്പം കുട്ടിച്ചട്ടം നന്നായി പഠിപ്പിച്ചതിൻ്റെ നേട്ടവുമാണ്. പല ആനകളും കുഴപ്പക്കാരാകുന്നത് അവരുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല, പകരം കുട്ടിച്ചട്ടം നന്നായി പഠിപ്പിക്കാത്തതിൻ്റെ പോരായ്മ കൊണ്ടുകൂടിയാണ്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ പ്രമാണം. പഠിക്കേണ്ട സംഗതികൾ അത് പഠിക്കേണ്ട പ്രായത്തിൽ തന്നെ സ്വായത്തമാക്കിയാൽ ഒരാനയും ഇടയില്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല. അങ്ങനെ വളർത്തിയെടുക്കാതെ മുതിർന്നു കഴിയുമ്പോൾ ആന കുഴപ്പക്കാരനാണെന്ന് മുദ്രകുത്തി ഭീകര മർദ്ദനമുറകൾ പ്രയോഗിക്കുന്നതും ഇഞ്ചിഞ്ചായി കൊല്ലുന്നതുമെല്ലാം ക്രൂരതയായിട്ട് മാത്രമേ ഗണിക്കാൻ കഴിയുകയുള്ളൂ, കാണാൻ കഴിയുള്ളൂ. കേരളത്തിൻ്റെ ഗജപരിപാലന പാരമ്പര്യത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകൾ വെളിപ്പെടുത്തുന്നത്. വഴിപാടി ശേഖരനെ പോലെ നന്നായി കുട്ടിച്ചട്ടം പഠിപ്പിച്ച ആനകൾ വിശ്വസ്തരാണ്. വഴിപാടി എന്ന ദേശത്തിൻ്റെ പേരും പെരുമയും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവൻ്റെ ജൈത്രയാത്ര. വഴിപാടി അയ്യപ്പൻ എന്ന ആനയുടെ പ്രശസ്തി വാനോളം ഉയർന്നു നിന്ന കാലം ആനപ്രേമികളുടെ മനസ്സിൽ ഇപ്പോഴും തിളക്കമാർന്ന് ജ്വലിച്ചു നിൽപ്പുണ്ട്.
ആ ആനയുടെ അയൽവാസിയായി കഴിഞ്ഞതിൻ്റെ ഓർമ്മകൾ നൽകിയ ഉത്സാഹമാണ് റിബുവിനെ ശേഖരനിലേക്ക് അടുപ്പിച്ചത്. അരുണാചലിൻ്റെ ഭൂമികയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ശേഖരൻ ഇപ്പോൾ ശരിക്കും ഒരു മലയാളിയായി മാറിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ചെറിയ ഒരു അംശം മാത്രമേ ശേഖരൻ ഇപ്പോൾ കടന്നിട്ടുള്ളൂ. കാലം ഇവൻ്റെ മുന്നിൽ ഇനിയും നീണ്ടു നിവർന്നു കിടപ്പുണ്ട്. പല ആന വിദഗ്ധരും പ്രതീക്ഷ നൽകുന്ന ഒരു കൊമ്പനാണ് ശേഖരൻ. ഉത്സവപ്പറമ്പുകളിൽ ശേഖരൻ്റെ പ്രകടനം മറ്റുള്ള ആനകൾക്ക് മാതൃകയാക്കാവുന്നതാണ്. ശേഖരന് ഞങ്ങളെല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഇവൻ്റെ യാത്ര അഭംഗുരം നീളട്ടെ.